ഭൂതറ പടം കൊള്ളൂല, ഭയങ്കര ലാഗും ഫീൽ ചെയ്യും, പെട്ടെന്ന് തീർന്നാൽ മതിയെന്ന് തോന്നും. ആരെ ആക്ടിങ് കൊള്ളൂല, ഭയങ്കര മോശം, സ്ക്രിപ്റ്റും മോശം. അഖിൽമാരാറ് ചുമ്മാ ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ക്ലൈമാക്സിൽ ബുള്ളറ്റ് ഒന്നുമില്ല, അത്രയുള്ള പ്രത്യേകത. ദുരന്താവസ്ഥയാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് 110 രൂപ ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. സിനിമ ഓടൂലെന്നാണ് വിചാരിച്ചത്, 8 പേരെ ഒപ്പിക്കാൻ പറ്റ പാട് നമുക്കറിയാം. അശ്വൻ കോക്കിൻ്റെ ഒരു റിവ്യൂ കുറച്ച് കണ്ട് പൊട്ടയാണെന്ന് മനസ്സിലായി തന്നെ, പക്ഷേ ഇത്രയും പൊട്ടയാണെന്ന് വിചാരിച്ചില്ല. നമ്മളിപ്പം മോഹൻലാൽ, മമ്മൂട്ടി ആ ഒരു, പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് പക്ഷേ നന്നായിട്ടുണ്ട്, അവരവരുടേതായ രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ പടങ്ങൾ ഇറങ്ങുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ലാത്തതാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല സിനിമയാണ്, നല്ല സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭൂതറ പടം കൊള്ളൂല, ഭയങ്കര ലാഗും ഫീൽ ചെയ്യും, പെട്ടെന്ന് തീർന്നാൽ മതിയെന്ന് തോന്നും. ആരെ ആക്ടിങ് കൊള്ളൂല, ഭയങ്കര മോശം, സ്ക്രിപ്റ്റും മോശം. പിന്നെ അഖിൽമാരാറ് ചുമ്മാ ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും, ക്ലൈമാക്സിൽ ബുള്ളറ്റ് ഒന്നുമില്ല, അത്രയുള്ള പ്രത്യേകത. അഖിലിൻ്റെ ആക്ടിങ് അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല, ആക്ടിങ് ആയിട്ടൊന്നും തോന്നൂല, അങ്ങനെ വലിയ എക്സ്പ്രഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തൊന്നുമില്ല. ദുരന്താവസ്ഥയാണ്. പിന്നെ ഇവിടെ ടിക്കറ്റ് 110 രൂപ ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഈ ഒരു ഇൻഡസ്ട്രി പുള്ളിക്ക് പറ്റിയതല്ല. പുള്ളി അല്ലാതെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടിരിക്കണായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കപ്പം തൊടിയില്ല, ഇത് സിനിമ ഓടൂലെന്നാണ് വിചാരിച്ചത്, 8 പേരെ ഒപ്പിക്കാൻ പറ്റ പാട് നമുക്കറിയാം. അല്ല, ആൾ കയറൂല. എനിക്കൊരു പോസിറ്റീവ് ഫീൽ ചെയ്യാനില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് പോസിറ്റീവ് ഇല്ല, പെട്ടെന്ന് ഇറങ്ങിയാൽ മതിയെന്ന് എനിക്ക് തോന്നി. ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, വേറെ പടമൊന്നും കാണാനില്ല, ബാക്കിയെല്ലാം കണ്ട്. പിന്നെ അഖിൽമാരാറുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ, പുള്ളിയെ നമുക്ക് ഓൾറെഡി അറിയാം. പുള്ളിയെ അല്ലാതെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. സിനിമ ഭയങ്കര ഷോക്കായി പോയി, കയറാൻ ഒരു വഴിയില്ല. OTTയിൽ കാണാനും വെറുത്തല്ല, തിയേറ്ററിൽ OTTയിൽ ഒട്ടും വെറുത്തല്ല, OTTയിലും വെറുത്തല്ല. അല്ല, ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ അശ്വൻ കോക്കിൻ്റെ ഒരു റിവ്യൂ കുറച്ച് കണ്ട് പൊട്ടയാണെന്ന് മനസ്സിലായി തന്നെ, പക്ഷേ ഇത്രയും പൊട്ടയാണെന്ന് വിചാരിച്ചില്ല. കൊള്ളാം, നോർമൽ പടം, കുഴപ്പമില്ല. ഫാമിലി ഓഡിയൻസിനും കുഴപ്പമില്ല, അത്രേ പറയാനുള്ളൂ. സൂപ്പർ പടം, നല്ല രസം, നല്ല പടം. ഇല്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല പടം. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. അഖിൽ നന്നായിട്ടുണ്ട്, അഭിഷേക് അടിപൊളിയായിട്ടുണ്ട്, ബാക്കി സപ്പോർട്ട് ചെയ്ത് നിന്നവർ എല്ലാവരും കൊള്ളാം, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. അഖിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയല്ലേ, നല്ല സ്റ്റോറിയായിരുന്നു, ഫാമിലിക്ക് കാണാൻ കൊള്ളാം, നല്ല പടമാണ്. ഇന്ന് തിരക്ക് കുറവായിരുന്നു, ഇന്നലെ ആളുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു, നല്ല സൂപ്പർ പടം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ അതിനകത്തൊരു ഫ്രണ്ടിന് ഒരു അപകടം പറ്റിയപ്പോഴത്തേക്ക് അവർ അതിൻ്റെ പിറകിനായിട്ട് അന്വേഷിച്ചപ്പോൾ നല്ല സിനിമയായിരുന്നു. കമ്പയർഡ് ടു ദം, അവരുടെ എല്ലാം ന്യൂ ഫേസസ് ആണ്, അവർക്കൊരു ചാൻസ് ആണല്ലോ. അപ്പോൾ എവറിത്തിങ് നോക്കുമ്പോഴത്തേക്കും എല്ലാം നല്ലൊരു സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഖിൽമാരാർ കൊള്ളായിരുന്നു, അഭിഷേക് കൊള്ളായിരുന്നു, അതിനുള്ള എല്ലാവരും കൊള്ളായിരുന്നു. നമ്മൾ അവരെ സ്വീകരിക്കണമല്ലോ, പുതുമുഖങ്ങളെ സ്വീകരിക്കണ്ടേ. പക്ഷെ അവരവരുടേതായ രീതിയിൽ അത്ര ഭയങ്കര വലിയ ഇതായിട്ടുള്ളത് അല്ലെങ്കിൽ പടം വളരെ നല്ല പടമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. എല്ലാം കൊള്ളാം. അവർ എന്താ, നമ്മളിപ്പം മോഹൻലാൽ, മമ്മൂട്ടി ആ ഒരു, പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. എനിക്ക് പക്ഷേ നന്നായിട്ടുണ്ട്, അവരവരുടേതായ രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ കഥ കൊള്ളാം, ഫ്രണ്ട്സിൻ്റെ അല്ലേ, പക്ഷേ കൊള്ളാം, നല്ല കഥയായിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ പടങ്ങൾ ഇറങ്ങുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ലാത്തതാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അവർ പുതിയ മുഖങ്ങളാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം. പക്ഷേ എന്തായാലും നല്ല കഥയായിരുന്നു, ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. എല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല കഥയായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല സിനിമയാണ്, നല്ല സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേ വലിയവരുടെ പടവേ കാണും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പുതിയ സിനിമകളോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു.